ഇന്ന് കടൽ ബന്ധായിരിക്കും അല്ലേ? കപ്പലെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നു. കപ്പലല്ലടാ, മത്സ്യബന്ധന നൗക. അപ്പൊ മലയാളത്തിൽ എന്ത് പറയും? ബോട്ട്. അതെ, ഇവിടെ കണ്ണൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അയാളെ ചെന്ന് കാണാനാ വക്കീല് പറഞ്ഞത്. ഇവിടെ ചോദിക്കാം. അതെ ചേട്ടാ, ഈ കണ്ണൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ആളെവിടെയുണ്ട്? അവിടെ നോക്കിയാ മതി. നല്ല പട്ടചാരായത്തിന്റെ മണം വരും. അതും പിടിച്ചങ്ങ് പോയാ നേരെ കണ്ണൻ ഫ്രാങ്കിന്റെ അടുത്തെത്താം. ചിരിക്കും. ഇപ്പൊ കണ്ണൻ സ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ സ്രാങ്കിനെ കണ്ട ഇവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. ദേ ഇപ്പോഴും ഏത് കൊലകൊമ്പനും പെടുക്കും. ഫ്രാങ്കിനെ കണ്ട് പേടിച്ചിട്ടാ? അവന്മാർക്ക് പെടുക്കാൻ മുട്ടുമ്പോ വിരുന്നുകാരി വന്നേ 2 എണ്ണം വേണ്ടി സ്പെഷ്യലി ദിങ്ങടുക്കി ഇനി ഓരോന്ന് പിടിപ്പിച്ചിട്ടാവാല്. അതെ. അയ്യോ പക്ഷെ ഞങ്ങൾക്കൊന്നും പതിവില്ല. അങ്ങനെ പറയാൻ പറ്റൂല. ആണുങ്ങൾ തമ്മിൽ കൈ കോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അതും ഇതുപോലത്തെ സ്പെഷ്യൽ വെട്ടിരുമ്പ്. ഇതിലൊക്കെ ഓരോരുത്തരുടെ കരുത്ത് വെളിവാവണത്. പക്ഷെ പിടി പൂക്കൾ സത്യത്തവാ പിടി ഒറ്റ വലി, അതാണ് ഉത്തമം. നത്തിങ് റിയലി ഗുഡ്. ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. അയ്യോ ദേ സ്രാവ് കടിച്ച പോലെ കിടക്കണ്. അയ്യോ ചിരിക്കല്ലേ. ഇത് കഴിച്ചു ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. ബസ് സ്റ്റോപ്പിൽ നിന്ന ബസ് വരും, എന്നാ ഫുൾ സ്റ്റോപ്പിൽ നിന്ന ഫുള്ള് വരുമോ? പോട്ടെ, ഒരു പൈന്റെങ്കിലും വരുമോ? നമ്മളെങ്ങോട്ടാ പോണത്? എങ്ങനെയുണ്ട് താക്കോല്? മനസ്സിലായില്ല? ഞാൻ ശ്രീലത, വനിതാ കോൺസ്റ്റബിൾ. എങ്ങനെ മനസ്സിലായി? ബിക്കോസ് ഐ എം ഇന്റലിജന്റ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ അടുത്ത കാലത്ത് വന്ന സാറിന്റെ 2 ലേഖനങ്ങൾ എന്റെ മനസ്സിന് പിടിച്ചു കുലുക്കി. എന്താണാവോ? ഒന്ന് കാക്കി കെ പീച്ചേ ക്യാ ഹേ, മറ്റൊന്ന് ചുരിദാർ മാറ്റു സാരിയിലേക്ക് മടങ്ങും. രണ്ടാമത്തെ ലേഖനം വായിച്ചതിന് ശേഷം ഞാൻ ഇതുവരെ ചുരിദാർ ഇട്ടിട്ടേ ഇല്ല. കുട്ടി വന്ന കാര്യം പറയൂ. നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ എല്ലാം എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. വായിച്ചിട്ട് സൗകര്യം പോലെ മറുപടി പറഞ്ഞാ മതി. ഇത്രയും പ്രിയപ്പെട്ട ചെമ്പകൻ ചേട്ടന് ചേട്ടന്റെ ചെമ്പക ആരാമത്തിൽ ഒരു പൂവായി വിരിയാൻ എന്നെ അനുവദിക്കുമോ? ചേട്ടന്റെ ഓരോ വാക്കുകളും ഒരു ലാത്തി ചാർജ് പോലെ എന്റെ മനസ്സിന്റെ തലങ്ങും വിലങ്ങും വീഴുകയാണ്. അങ്ങയോടത്ത് ഒരു ജീവിതം പങ്കിടാൻ ഈ കാക്കിക്കാരി അനുവദിക്കൂ എന്ന് ചേട്ടന്റെ മാത്രം ശ്രീലത. എന്തിനാ സർക്കിൾ ഇൻസ്പെക്ടർ സാറിനെ കാണണമെന്ന് പറഞ്ഞു? സർക്കിൾ സാറിനല്ല, എനിക്കാ മല്ലിയേട്ടനെ കാണേണ്ടത്. എന്താ കാര്യം? നേരിട്ട് പറയാൻ മടിയുള്ളതുകൊണ്ട് ഞാൻ ഇതിലെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. വായിച്ച് ഇപ്പൊ തന്നെ മറുപടി തരണം. എന്റെ ജീവന്റെ ജീവനായ മല്ലിച്ചേട്ടൻ അറിയുന്നതിന് ചേട്ടന്റെ ഈ പുഞ്ചിരിക്കുന്ന മുഖവും കാക്കി ഡ്രസ്സും തുളഞ്ഞു കയറി എന്റെ ഹൃദയത്തിൽ പതിഞ്ഞുപോയി. ജീവിതമാകുന്ന വണ്ടിയിൽ ചേട്ടനോടൊപ്പം വളയം പിടിക്കാൻ ഈ കാക്കിക്കാരി അനുവദിക്കുമോ എന്ന് ചേട്ടന്റെ ജീവിതത്തിൽ ഒരു ലതയായി പടരാൻ ആഗ്രഹിക്കുന്ന ശ്രീലത. ആനപ്പുറത്ത് കയറണമെന്ന് അണ്ണാൻ ആഗ്രഹിക്കാം, പക്ഷെ അണ്ണാന്റെ പുറത്ത് കയറണമെന്ന് ആന ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. ഇവിടെ ആരാ ആന? ആനയ്ക്കറിയില്ല ആനയുടെ വലുപ്പം. അപ്പൊ നമ്മുടെ വിവാഹം? എന്നെ വിവാഹം കഴിച്ചാൽ മേഡം ആഗ്രഹിക്കുന്ന ഒരു ദാമ്പത്യ ജീവിതം നടക്കില്ല. അതെന്താ? ഈ അടുത്ത കാലത്ത് ഞാനൊരു മാവിന്റെ മണ്ടന്ന് വീണു. അതിനുശേഷം സെൽഫ് എടുക്കാത്തൊരു ബെൻസ് ലോറിയുടെ അവസ്ഥയിലാണ് ഞാൻ. ഈ വണ്ടി ഓടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല പോലീസ് പെങ്ങളെ. സുൽത്താനായി വാഴും ഞാൻ, സൽമാ ബീവിയാകും ഞാൻ, സുൽത്താനായി വാഴും ഞാൻ. ഓ, മഹാനായ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ നിശ്ചൽ എത്തിയോ? എവിടെയായിരുന്നു 3-4 ദിവസം? കാണാതായപ്പോൾ സന്തോഷിച്ചു. ആരെങ്കിലും തല്ലിക്കൊന്ന് കാണുമെന്ന് കരുതി. എന്താ ഒന്നും മിണ്ടാത്തേ? വിശന്നിട്ട് കണ്ണ് കാണാൻ മേല. കണ്ണ് കാണാത്തത് വിശന്നിട്ടല്ല, ലൈറ്റ് ഇടാഞ്ഞിട്ടാ. നീ എന്താ ഇത്ര നേരമായിട്ട് ലൈറ്റ് ഇടാതിരുന്നത്? നേരത്തെ ലൈറ്റ് ഇട്ടാ കറണ്ട് ചാർജ് നിന്റെ തന്ത തരുവാ എന്നളിയൻ ചോദിക്കില്ലേ? അത് ചോദിക്കും. എന്താ കയ്യില്? പൊതി. എന്താ പൊതിയില്? അത് പലതും കാണും. നീ അതൊന്നും അന്വേഷിക്കണ്ട. നീ തിരക്കേണ്ടത് 3 കാര്യം മാത്രം.
എന്നോട് എത്ര എണ്ണി വാങ്ങിച്ചു, എനിക്ക് എത്ര പലിശ തരണം, എന്റെ മുതലും പലിശയും എന്ന് തരും? ഞാൻ ഇതുവരെ പറയാത്തൊരു സത്യം നിന്നോട് പറഞ്ഞു. എന്റെ കാശില്ല, കിട്ടുമ്പോ തരും. നിക്കണവിടെ. ഇവിടത്തെ പൊറുതി മതിയാക്കി ഒന്ന് ഇറങ്ങി തന്നാ മതി. ഇല്ലെങ്കിൽ വലിച്ചു പുറത്താക്കും. എടാ, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു എന്ന 2 ഇംഗ്ലീഷ് പറഞ്ഞ് ഊട്ടിയിൽ തെണ്ടി നടന്നാലൊന്നും ഞാൻ ഇനി ഉറങ്ങാൻ പറ്റില്ല. കാലം മാറി. അതല്ലേ ഞാൻ ആ പണി നിർത്തി ഈ പണി തുടങ്ങിയത്. 009. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സമ്പാദിച്ചത്, ലക്ഷപ്രഭുവായത്. ഇത് കണ്ട, ഈ 500ന്റെ ഒറ്റ ഓട്ടം നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ? 1000ന്റെ ഉണ്ടായിരുന്നല്ലോ. ഓ, അത് ഞാൻ ടിപ്പ് കൊടുത്തു. ഈ പണി എനിക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? എങ്കിൽ ഈ രൂപയുടെ പാതി എനിക്ക്. ഞാനൊരു ഡിജിറ്റൽ സ്റ്റുഡിയോ തുടങ്ങി ലാഭം ഉണ്ടായാലും നിന്റെ ഒന്ന് മാച്ചത് മൊത്തത്തിൽ തരാം. ഇതിൽ നിന്ന് ചില്ലി കാശ് ഞാൻ നിനക്ക് തരില്ല. എന്തിനായി തോക്ക്? കാര്യം പറഞ്ഞാ പോരെ. ഗ്ലാസ് എടുത്തിട്ട് വാടാ. ഞാൻ നിനക്ക് ഗ്ലാസ് എടുത്തിട്ട് വാടാ. കൊണ്ടുവരാം. ഇതെന്താ 2 ഗ്ലാസ്? നീ കുടിക്കുന്നില്ലേ? ഞാനേ കുടിക്കുന്നുള്ളൂ. ഇതെന്തിനാ 2 ഗ്ലാസ്? അപ്പൊ നീ അടിക്കുന്നില്ലേ? ഞാനേ അടിക്കുന്നുള്ളൂ. എന്താടാ നീ ആലോചിക്കുന്നേ? ഇനി നീ എന്നെ വേല വെക്കുകയോ ഞാൻ പറയുന്നത് അനുസരിക്കാതിരിക്കുകയോ ചെയ്താൽ നിന്നെ ഞാൻ ഇതിലുണ്ടായിരുന്നടാ. അയ്യോ, എന്നാ ആദ്യം ഏതെങ്കിലും മൃഗത്തെ പരീക്ഷിക്കായിരുന്നില്ലേ? അതല്ലടാ, നിന്നെ ഞാൻ 3 പ്രാവശ്യം പരീക്ഷിച്ചത്. പാവി. ഞാൻ കോണയിൽ കൊച്ചാപ്പി, നിങ്ങളുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇല്ല നാട്ടുകാരെ, നമ്മുടെ സുഹൃത്തും, നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റെ അല്ല, കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉറ്റ സുഹൃത്തായ ശ്രീ മോഹൻലാൽ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ്. നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരും. വരില്ലേ? വരും. കാരണം മോഹൻലാൽ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചന്റെ ഉറ്റ സുഹൃത്താണെന്ന് മാത്രമല്ല, ഇപ്പോൾ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജോഷിയാണ്. നമ്മുടെ കുഞ്ഞച്ചൻ പല മാന്യന്മാരും സമുദായ സ്നേഹികളും മഹാത്മാഗാന്ധി മുതൽ AK ഗോപാലൻ വരെ ജയിലിൽ കിടന്നിട്ടുള്ളവരാണ്. അതുപോലെ രാഷ്ട്രീയപരമായ ചില കാരണങ്ങളാൽ നാഗാലാൻഡിന്റെയും മധ്യപ്രദേശിന്റെയും ചില രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കോഫെ പോസെ പ്രകാരം നമ്മുടെ കുഞ്ഞച്ചൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടന്നപ്പോഴാണ് ശ്രീ ജോഷി ന്യൂഡൽഹി എന്ന സിനിമ അവിടെ ഷൂട്ട് ചെയ്തത്. അക്കാലം മുതലുള്ള അവരുടെ ഗാഢവും സുദൃഢവും അഗാധവും ദീർഘവുമായ ബന്ധത്തിന്റെ പുറത്താണ് ജോഷി മോഹൻലാലിനെ വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചത്. ഇനി അഥവാ ജോഷി വിട്ടുകൊടുത്തില്ലെങ്കിൽ തന്നെ കുഞ്ഞുസി ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് പോരാതിരിക്കാൻ പറ്റും ചേട്ടാ എന്നാണ് മോഹൻലാൽ ചോദിച്ചത്. മോഹൻലാൽ വന്നാൽ ഉടനെ നാട മുറിച്ച ഉദ്ഘാടനത്തിന് ശേഷം രാജാവിന്റെ മകൻ, ചിത്രം, 20-ാം നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങളിലെ ചില ഭാഗങ്ങൾ നിങ്ങളെ അഭിനയിച്ചു കാണിക്കുന്നതിനോടൊപ്പം മോഹൻലാൽ ഇറങ്ങട്ടെ. ഉറങ്ങായിരിക്കും. അദ്ദേഹത്തിന് ഇറങ്ങാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇറങ്ങാത്തത്. ദേവീത് നിങ്ങളെല്ലാം ഒന്ന് മാറി നിൽക്കണം. ഇറങ്ങാനുള്ള സൗകര്യം ഒന്നങ്ങോട്ട് മാറാം. അതെ, ജനങ്ങൾ മാറി നിന്നു. ഇനി മോഹൻലാലിന് ഇറങ്ങാം. ചതി ചതി ചതി. ആര് സംവിധായകൻ ജോഷിയല്ല ചതിച്ചാശാനെ. കുടിച്ച വെള്ളത്തിൽ പോലും സിനിമാക്കാരെ വിശ്വസിക്കരുന്ന് എന്റെ ആചാരം എന്നോട് പറയുമായിരുന്നു. ആചാനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ച് ജയിൽ പുള്ളികളെ നടുവിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ കഴിയാതെ വേർത്ത് കുളിച്ചു ചെന്ന ജോഷിയെ ഞാനാണ് മനസ്സിന് ധൈര്യം കൊടുത്ത് എല്ലായിടത്തും കൊണ്ടുനടന്ന് കാണിച്ച് ഷൂട്ട് ചെയ്തത്. ആ ജോഷിയാണ് ആചാരം എന്നോട് ചെയ്തത്. ആചാരനെ തയ്ക്കോ? അത് ഞാൻ ചോദിച്ചോളാം. നാട്ടുകാരെ മുമ്പിൽ മോഹൻലാലിനെ കൊണ്ടുവരാമെന്ന് വെച്ചിട്ട് കോട്ടയം കുഞ്ഞച്ചൻ നാട്ടുകാരെ പറ്റിക്കുകയല്ല. അതിന് ജോഷിയല്ല ആര് വിചാരിച്ചാലും നടക്കുകയില്ല. മോഹൻലാലിന് പകരം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ? അമിതാഭ് ബച്ചൻ, അല്ലെങ്കിൽ രജനികാന്ത്, കമലഹാസൻ, ശങ്കരാടി ആയിരിക്കും, ചിലപ്പോ തിക്കുറിശിയായിരിക്കും. എല്ലാരും ഒന്ന് കൈയടിക്ക് പറയാം. മലയാള സിനിമയുടെ അഭിമാന ഭാജനം, കോളേജ് കുമാരികളുടെ സ്വപ്ന
കാമുകനും മലയാള ചലച്ചിത്രവേദി ഇന്നോളം കണ്ടിട്ടില്ലാത്ത അതിശക്തനായ നടനും തിരക്കഥാകൃത്തും സർവോപരി ഒരു കോളേജ് പ്രൊഫസറുമായ ശ്രീമാൻ പാറ്റാക്കുളം വാസു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മോഹൻലാലിനെക്കാളും രജനീകാന്തിനെക്കാളും അമിതാഭ് ബച്ചൻ ചേട്ടനെക്കാളും ഒക്കെ തേക്കുള്ളവനാണ് ഞാനെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എന്റെ തിരക്കിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോ ഞാൻ ഇന്നലെ പി ജി വിശ്വന്റെ സെറ്റിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ വന്നു പറഞ്ഞു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവണതിന് മറ്റു ചടങ്ങ് നടത്തേക്കാം. വന്ന കത്തിലോട്ട് കത്തിലോട്ട് വലിയ കത്രയും ചേർത്തെ കത്തിലോട്ട് എന്ത് കാണാൻ നീ പോണേ? നീ അവനൊരു കുത്തു കൊടുക്കുന്നില്ലേ? അതൊന്ന് കാണാനാ. അടുക്കളയിൽ വേറെ പണിയൊന്നുമില്ല ചേർത്തിക്ക്. എന്നെ അവിടെ പോയേ ഒരു കുത്ത് കാണാൻ വന്നിരിക്കുന്നു. ഓ, വലിയ ഒരു ഹോം നഴ്സ്. നിന്നെ എന്റെ കൈ കിട്ടും, അന്ന് ഞാൻ എടുത്തോളാം. എന്താ അവിടെ? അയ്യോ ഇനിയുണ്ടോ? കഴിഞ്ഞില്ലേ? രണ്ടുപേരൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്ക്. എന്തിനത്? ഇഞ്ചക്ഷൻ എടുക്കാൻ. അയ്യോ ഇഞ്ചക്ഷൻ വേണ്ട, ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാ. അതിങ്ങോട്ട് കയ്യിലേക്ക് ഒഴിച്ചോളൂ, ഞാനിങ്ങനെ കുടിച്ചോളാം. ഒന്ന് പറയാമേ അമ്മേ. പിച്ചക്കാരെ പോലെ കരയണ്ട, അതുപോലെ ചെയ്താ മതി. അവന് പേടിയാ. ജാമ്പവന്റെ കാലത്തുള്ള കാറാ, സെപ്റ്റിക് ആയാലോ? അയ്യോ അത് നേരാ. ഒരു പ്രിവെൻഷൻ എടുക്കുന്നത് നല്ലതല്ലയോ? അല്ലേ ചേച്ചി? അല്ല ദേ അങ്ങനെ പോവല്ലേ, നമുക്ക് 3 പേർ കൂടി എടുക്കണം. ഹോം നേഴ്സ് സത്യത്തിന്റെ മനുഷ്യന്മാരുടെ ഹോം നേഴ്സോ മൃഗങ്ങളുടെ ഹോം നേഴ്സോ? എന്തേ? അല്ല ഈ ആനെ കുത്തണം സൂചിയൊക്കെ എടുത്തിട്ട് കഴുതയ്ക്കും ഇത് തന്നെ മതി. കരയണ എന്തിനാന്ന്? വലിയ വീരശൂര പരാക്രമിയല്ലേ? ഇങ്ങനെ പേടിച്ചാലോ? ആ പാൻസിന് ഹുക്കഴിച്ച പാൻസ് അഴിക്കാനാ? അയ്യ അതൊന്നും വേണ്ട, വേണേ ഇവിടെ എടുത്തോ. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കണത്. ബട്ടക്സ് ഒന്നും വേണ്ട, അതൊക്കെ പ്രൈവസിയാ. എന്റെ സ്വന്തം സൂക്ഷിച്ച്. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് വീട്ടിലെങ്ങാനും പറഞ്ഞ് എന്നെ വഴക്ക് പറയും. അതും ഒരു പെണ്ണ്. വേഗാവട്ടെ, ഒന്ന് വേഗാവട്ടെ. മൂക്കി പഞ്ഞിയും വെച്ച് പെട്ടി കെടുത്തല്ലേ? അയ്യടാ, ഇത്രേ ഉള്ളൂ. പോരാ എന്നാ ഹോം നേഴ്സേ ഒന്ന് തിരുമ്മി തരുമോ? അയ്യടാ, തിരുമാൻ പറ്റിയൊരു സ്ഥലം. ഞാൻ വേണമെങ്കിലേ കിക്കിളി ചേർത്തി പറഞ്ഞു വിടാം. നിന്റെ അപ്പനെ കെട്ടിക്കാനാ? ഞാൻ തന്നെ തിരുമ്മിക്കോളാം. എന്റെ അമ്മേ, ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചതിന് കുത്തിക്കൊല. ഏതായാലും ഇത്രയും പരിചയമായ സ്ഥിതിക്ക് ജപ്പാൻജിക്ക് ഞാനൊരു കമ്പനി കൊടുക്കാം. കാണിക്കല്ലേ, ബാക്കി വന്നാൽ നമുക്ക് രണ്ടുപേർക്കും ഡിവൈഡ് ചെയ്തൂടെ? ബാക്കി വന്നാലല്ലേ? എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഞങ്ങളിവിടെ ഇറച്ചി മീനൊന്നും വയ്ക്കാറില്ല, കാരണം ഞാനും ഒന്നും കഴിക്കാറില്ല. ഞാനും അങ്ങനൊന്നും കഴിക്കാറില്ല, പിന്നെ കഴിക്കുമ്പോ കഴിച്ചോണ്ടേയിരിക്കും. അത് കഴിപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി. ഈ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ഏകദേശം എത്ര രൂപ വേണ്ടി വരും? അധികം രൂപയൊന്നും വേണ്ടി വരില്ല, ഒരു 60,000 രൂപ വേണ്ടി വരും. ഈ എയർ കണ്ടീഷൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഒഴിവാക്കി കൂടെ? അതിലും ഭേദം നിങ്ങൾ എന്നെ ഒഴിവാക്കുന്നതാണ്. അല്ല, മുതലാളിക്ക് ഇപ്പൊ 60,000 എന്ന് പറഞ്ഞ വല്ല പ്രശ്നമാണോ? പണം എറിഞ്ഞ പണം തന്നെ പെറുക്കി എടുത്തൂടെ? അല്ല ജപ്പാൻജി, ഈ ഫ്രിഡ്ജ് എന്തിനാ?
പിന്നെ 4 കൂൾ സോഡ കുടിക്കാൻ ഞാൻ ടൗണിൽ പോണോ? ആ, ഐസ് ക്യൂബ്സ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കും, സ്മോൾ അടിക്കാൻ. അല്ല, മോത്തരിക്കാൻ കസ്റ്റമേഴ്സ് ഇല്ലേ? അവസാന പ്രതീക്ഷയും പൊലിഞ്ഞു. ജപ്പാൻ ജോലി ഞാൻ സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ ഇരിക്കുന്ന മുതലാളിയോട് എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടിട്ട് അങ്ങനെ തോന്നി. ശരിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ പല്ല് കുത്തി പോലെ ഇരിക്കും. തന്നെ എന്നെ കണ്ടോ? ശാന്തേ, ഇവിടെ ഒരുത്തൻ ബാർബറെ കുറ്റം പറഞ്ഞിട്ട് ബാർബർ ഷാപ്പ് തുടങ്ങാൻ പോകുന്നു. അയാൾ അവിടെ കിടന്ന് കുരയ്ക്കട്ടെ. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. അത് പട്ടികൾക്കല്ലേ അറിയാവൂ. മുതലാളി, ഞാനും ജപ്പാൻ ജി യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ഒരു കാട്ടിൽ തന്നെ 2 സിംഹം വേണോ? 2 സിംഹം വേണ്ട, ഒരു സിംഹവും ഒരു മരപ്പട്ടിയാകാമല്ലോ. ഇവിടെ കുറച്ച് ദിവസം അതന്നെയാണ് ആ തീരുമാനം. ഹോ, എന്ത് പണ്ടാരം ചെയ്തിട്ടാലും വിടില്ല, കാശ് കിട്ടിയാൽ മതിയാവും. ഓപ്പറേഷന് കാശ് എത്തിച്ചില്ലെങ്കിൽ ആ ചെറുക്കൻ കാഞ്ഞു പോവും. എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ. ടാറിങ് നടക്കിയിരിക്കും. ചിക്കനാ. ഇതൊക്കെ കരിഞ്ഞ് നാശമായല്ലോ. ഈ കുന്ത്രാണ്ട ഒന്നും ഉണ്ടാക്കണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ഒരു കടായി ചിക്കൻ. ഇതിപ്പോ കടായി ചിക്കൻ അല്ല, കേടായ ചിക്കനാ. നീ ഏതാടാ? ഞാനാരും ആയിക്കോട്ടെ, ചിക്കൻ കടായിലിടുന്നതിന് മുമ്പ് കടായി വഴക്കിയോ? ആട്ടുന്നെയ്യ് ഉരുക്കി കടായി വഴക്കണം, എന്നിട്ട് എണ്ണ നിറച്ച് കുടിപ്പിച്ച് വെക്കണം. ഇങ്ങോട്ട് മാറിക്കേ, അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. പേടിക്കണ്ട, ഞങ്ങൾ വക്കീൽ സാറിന്റെ പരിചയക്കാരാ. ഈ മഹിയെ അസലായിട്ട് കടായി ചിക്കൻ ഉണ്ടാക്കാം. അതെ, ആ കേടായ ചിക്കൻ എനിക്ക് തന്നേക്ക്, ഞാൻ റിപ്പയർ ചെയ്ത് കഴിച്ചോളാം. ഇവന്മാരിത് എവിടെ പോയി? ഇങ്ങനെയല്ലേ ചേച്ചി? ദേ, ഇങ്ങനെ. ഇങ്ങനെ. കണ്ടാ? രസമുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഞാനേ ചേച്ചിയെ കടായി ചിക്കൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. വീട്ടിൽ എത്ര വേലക്കാരുണ്ടെങ്കിലും സ്വന്തം ഭാര്യമാരുടെ കൈവച്ചുണ്ടാക്കുന്നതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാ. ഈ ഭാര്യമാരെന്ന് പറയുമ്പോ സ്വന്തം ഭാര്യയാണോ അതോ വല്ലവന്മാരുടെയും ഭാര്യ വെച്ചുണ്ടാക്കുന്നതാണോ ഇഷ്ടം? നമുക്കിപ്പോ സ്വന്തം ഭാര്യ ഇല്ലാത്തതുകൊണ്ട് വല്ലവരെയും ഭാര്യ വെച്ചുണ്ടാക്കുന്ന വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാം അല്ലേ? എന്റെ ഭാര്യ ഇവിടെ ഇല്ലാത്തത് ഭാഗ്യായി. അവളെ ഇതൊന്നും പഠിപ്പിക്കണ്ട കേട്ടോ, അവൾക്കിതൊന്നും ഇഷ്ടമില്ല. ഓ, ആര് പറഞ്ഞു? എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എന്നെ പഠിപ്പിച്ച മഹി നാത്തൂന്റെ അടുത്തേക്ക് പോയത്. മഹി, ഓ, ഊണ് കഴിച്ചിട്ടേ പോവാള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ ചേച്ചി. എന്താ ഒന്നുമില്ല, ഈ മഹി ആള് ഭയങ്കരനാ. കാലെടുത്ത് കുത്തിയപ്പോ തന്നെ വീട്ടിലെ പെൺപടയെ മുഴുവൻ കയ്യിലെടുത്തു. നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും വിളക്ക പിടിച്ച് സുഖിച്ചിരുന്നോടാ. കണ്ണി കണ്ട കമ്മിറ്റിക്കാരെ ചീത്തയൊക്കെ ഞാനുണ്ടല്ലോ. അവര് പിന്നെയും ചീത്ത പറഞ്ഞ? ആ, ഇതെന്താ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ലല്ലോ. കഥാപ്രസംഗം വേണ്ട, മിമിക്സ് പരേഡ് മതി എന്ന് അവർ തീരുമാനിച്ചു. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരെ, അതിനിങ്ങനെ തെറി പറയണോ? എന്റെ ഒരു നമ്പർ പൊളിഞ്ഞതാടാ. ഏത് നമ്പർ? നമ്മുടെ കഴിഞ്ഞ 10-15 പരിപാടി ഉഗ്രനായിരുന്നു എന്നും നമുക്ക് നോട്ടുമാല കിട്ടിയായിരുന്നു എന്നൊക്കെ ഞാനൊരു കാച്ചു കാച്ചി. എന്നിട്ട് ഇപ്പൊ അതൊക്കെ നുണയാണെന്ന് അവരറിഞ്ഞല്ലേ? അത് മാത്രമല്ല, പിന്നെ കഴിഞ്ഞ നമ്മൾ 1-2 പരിപാടിക്ക് ചീമൊട്ടയേറി കിട്ടിയ കാര്യം ഏതോ തെണ്ടി അവിടെ ചെന്ന് പറഞ്ഞതാ. ഏത് തെണ്ടിയാ ഈ പച്ചക്കളഞ്ഞെന്ന് പറഞ്ഞത്? ഒരു പരിപാടിക്ക് നമുക്ക് ചീഞ്ഞ തക്കാളി അറിയില്ലേ കിട്ടിയത്? ആ, അപ്പൊ കഴിഞ്ഞ പരിപാടിക്ക് നമ്മൾ ഓഡിയൻസ് ഓടിച്ചിട്ട് തല്ലിയതും ഒക്കെ അവരറിഞ്ഞ? എല്ലാം അറിഞ്ഞടാ. അതെ, അപ്പൊ നമുക്ക് തല്ലി കിട്ടായിരുന്ന അത്ര മഹാഭാഗ്യം. വലിയ മഹാഭാഗ്യൊന്നും നമുക്കില്ല മോനെ. അതെന്ത്? അഡ്വാൻസ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അടി ഉറപ്പാ. ഫുഡ് അടിക്കട്ടെ കാട്ടുവാസി. ഓ, കഞ്ഞി കുടിച്ചിട്ട് കുളിക്കാം. ഒന്നും ഉണ്ടാക്കിയില്ലേ? എടാ വൃത്തിയിട്ടവനെ, പച്ച മഞ്ഞ കളർഫുൾ അവന്റെ ഒരു കഞ്ഞി ഉണ്ടാക്കില്ലടാ. ഇല്ല. മനുഷ്യനാണെങ്കിൽ കുറച്ച് ആത്മാർത്ഥ വേണം. ആത്മാർത്ഥതയിട്ട് പുഴുങ്ങിയാൽ കഞ്ഞിയാവില്ല. അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരിയില്ലേ? അരിയില്ല. എന്നാ നിനക്ക് കുറച്ച് ചായയെങ്കിലും തിളപ്പിച്ചോടായിരുന്നോ? ചായപ്പൊടിയും പഞ്ചസാര ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്ക് വിളച്ചൊന്ന് പറയടാ. എന്നാ ഉണ്ട്, ഒരു സാധനം ഉണ്ട്. മരച്ചിനി? ഏയ്, ഓ, കപ്പലണ്ടി. അയ്യയ്യേ, നല്ല 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 വിശപ്പുണ്ട്. കുറച്ച് വേണോ?
അത് ആവശ്യത്തിൽ അത് എന്റെ തന്നെ ഉണ്ട്. എന്നാ കുറച്ചുകൊണ്ട് ബാങ്ക് ഇട്, നമുക്ക് വിശപ്പില്ലാത്ത എടുക്കാമല്ലോ. ചായക്കടയിൽ പോയാലോ? അവിടെ പോകാൻ പറ്റില്ല, പറ്റുകൂടില്ല. എന്നാ നമുക്ക് വേറെ കടയിൽ പോവാം. നിന്റെ 25 രൂപയില്ല അതിങ്ങ് എടുക്കടാ. ആ രൂപയ്ക്ക് ഞാൻ ഫെയർ ആൻഡ് ലവ്ലി വാങ്ങിച്ച് തേച്ച്. എന്തേ ഫെയർ ആൻഡ് ലവ്ലി? നീയൊക്കെ വിളിക്കണമെങ്കിൽ വല്ല കുമ്മായ ചോളേക്കറി കിടക്കടാ. അതും ഞാൻ പരീക്ഷിച്ചു നോക്കി. വിശന്നിട്ട് കുടല് കരിയുന്ന മണം. കുടലിന്റെ അല്ല, നല്ല ദോശയുടെ മണമാ. വിശന്നിരിക്കുമ്പോൾ ഒരുമാതിരി വൃത്തിയോട് പറയരുത്. ദോശ എന്ന് പറഞ്ഞ വൃത്തിയോടാ. ശരിക്കും ദോശയുടെ മണം ഇത്. ദോശ ദോശ ചൂട് ദോശ തരാവടി ആക്കാന്ന് കാണിക്കാതെ. അതെ പെട്ടെന്ന് കഴിച്ചോ, മാറ്റം കാണണ്ട. തട്ടുദോശയാ. അതാ ഇത്രയും നല്ല സ്മെല്ല്. ആ പണച്ചാക്കുകളുടെ സന്ധ്യതകളല്ലേ, തിന്നു കൊഴുക്കട്ടെ. പോക്കറ്റ് മണിയായിട്ട് കിട്ടുന്ന തന്നെ ആയിരങ്ങളാ. അതല്ലേ ഇതിലൊരെണ്ണത്തിനെ അടിച്ചെടുക്കാൻ ഞാൻ രാപ്പകലില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ശോ കഷ്ടം. ചേട്ടാ ഇവന്മാർക്ക് ഉറക്കമില്ലേ? ഇവന്മാർ ഉറങ്ങണമെങ്കിൽ ഇവിടുത്തെ ലൈറ്റ് മുഴുവൻ ഓഫാക്കണം. അയ്യേ വൃത്തികെട്ടവൻ തെണ്ടി. പോവാ. ഞാൻ അകത്ത് കയറാൻ പോവാണ്. ആരെങ്കിലും പറഞ്ഞുണ്ടോ നോക്കണം. വല്ലയിടത്തും വായി നോക്കിയിരിക്കരുത്. കളിക്ക നോക്കണുണ്ടല്ലോ. ഓ ഹലോ. അയ്യോ അളിയാ, ദേ അവള് വന്ന്. എവള്? ഗാഥ ഗാഥ. അയ്യോ അളിയാ, അതവളല്ല. നീ ധൈര്യമായിട്ട് സെർച്ച് ചെയ്തു. ഇടി എന്തുവാടേ ഇത്? ഹലോ. കുഴപ്പമായി വരുന്നുണ്ട്. ആര്? കിളവി വരുന്നുണ്ട്. ഹലോ. അളിയൻ ദേഷ്യപ്പെടരുത്. ഇത് ആ കിളവിയല്ല. പിന്നെ ആര്? നിന്റെ അമ്മൂമ്മേ? ഇത് മറ്റൊരു കിളവി. എടാ നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. ഹലോ. ആരെ? അവള് വന്ന്. എടാ കണ്ണുപൊട്ടാ, നീ ആദ്യം അവളാണോ അത് വേറെ ആരെങ്കിലും ആണോ നോക്ക്. അല്ലളിയാ, ഇപ്രാവശ്യം ശരിക്കും അവള് തന്നെ. ഇത് വലിയ ശല്യമായല്ലോ. അവള് മേലോട്ട് കയറുന്നു. അവള് മോളെ കയറിയ. ആന്റി ഡോർ തുറന്നിട്ട് ആന്റി ഇവിടെ പോയിരിക്കും.
ദാദാ ഓപ്പൺ ദ ഡോർ. ദാദാ ആന്റി ഞാൻ കുളിക്കാ വരുന്നു. ഞാൻ കാശും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു. എന്റെ കാശ് ഞാൻ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു. ഇവനാരും ചോദിക്കാൻ? അവനെ കൊല്ലുന്നു. എന്നെ കൊല്ലും. ഞാൻ കാണിച്ചോണ്ട് അവനെന്നെ കൊല്ലുമെന്ന് റോഡിൽ നിന്ന് വിളിച്ചു പറയുന്നു. ഞാൻ ലണ്ടനിൽ പോയാൽ അവൻ എങ്ങനെ എന്നെ കൊല്ലും? അവൻ കറക്റ്റ് ഓർ നോട്ട്? ഓരോരുത്തർക്കും ഒരു പേരേ ഇല്ല. ഞാനിവന് 4 പേരിട്ടു. ഇപ്പൊ അത് കുറ്റമായി പോയി. അവൻ കറക്റ്റ് ഓർ നോട്ട്? അവന്റെ അച്ഛന്റെ പേരറിയണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തേനെ. പക്ഷേ ഇപ്പൊ ഞാൻ കറക്റ്റ് ഓർ നോട്ട്? ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറച്ച് കൂടി പോകുന്നുണ്ട്. അല്ല ഇവൻ എങ്ങനെ ഇവിടെ വന്നു? ഇറങ്ങ 4 മെല്ലെ 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 മെല്ലെ. മരുമക്കളെ അമ്മമാരെ ഉണ്ണിക്കുട്ടവിടെ വേണ്ട വല്യമ്മ. ഇതെന്റെ വൈഫ് ഹൗസ് ആണേ. ഒരു 5 മിനിറ്റ്. അച്ഛമ്മ ചേർത്തി കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുപോയിക്കോ. മക്കളൊക്കെ അകത്തേക്ക് പൊക്കൊള്ളേട്ടാ. ഉണ്ണിക്കുട്ടിനെ അച്ഛമ്മ ചേർത്തിക്ക് എന്നെ മനസ്സിലായോ? നമ്മുടെ ഈ ആലീസിനെ കെട്ടിയോ ലോറൻസ്. എങ്ങനെ ഓർമ്മ കാണാനാ? കല്യാണത്തിനെന്ന് കണ്ടതാ. ഞങ്ങള് ചേട്ടത്തിയെ കാണാൻ സന്തുഷ്ട കുടുംബത്തോടെ എത്തിയതാ. ഈ കോളൊപ്പിച്ചില്ലടി മോളെ. ഇത് എത്രാമത്തെ മാസാണ്? 8 കഴിഞ്ഞു. 8 കഴിഞ്ഞാ? ഇനി ആലീസിന്റെ പ്രസവം കഴിഞ്ഞേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. ചേട്ടത്തി നേഴ്സായോണ്ട് എനിക്കിനി ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ വയറ് നിറഞ്ഞു നിൽക്കുന്ന കാര്യം നീ നേരത്തെ എന്താ അറിയിക്കാഞ്ഞേ? അമ്മച്ചി എന്ത് വർത്തമാനമായി പറയുന്നേ? എല്ലാ വർഷവും മെയ് മാസം ഇവള് പ്രസവിക്കാറുള്ളതല്ലേ. ഒരു മെയ് മാസ പുഷ്പമല്ലേ ഇവള്. കല്യാണം കഴിയുന്നവർ ഈ പ്രക്രിയക്ക് എന്തെങ്കിലും വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ടോ? സർക്കാർ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓ, നിയന്ത്രണം ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ ചേട്ടത്തി. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ഞാനിപ്പോ ഡ്യൂട്ടിയിലാ. ഒറ്റപ്പാലത്തേക്ക് ഒരു ശവം കൊണ്ടുപോകുന്ന വഴിയാ. ഒരു ടാക്സി പിടിച്ച് പോരാമെന്ന് പറഞ്ഞതാ. കേക്കണ്ടേ? ഒന്ന് പോടി അവിടുന്ന്. ടാക്സി ഞാൻ അതിൽ കയറിയിരുന്ന് കുലുങ്ങിയിട്ട് വേണം ഇതങ്ങ് പോവാൻ. മക്കളെ, അച്ചാമ്മേന്റെ ഗൾഫിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നോക്കടാ. അപ്പച്ചി ശവം കൊണ്ട് കൊടുത്തിട്ട് വരുന്ന വഴിക്ക് മുട്ടായി മേടിച്ചുകൊണ്ട് വരാം. എടി ഒരു 5-6 കരിമീൻ മേടിച്ച് വറുത്ത് വെച്ചത്. അളിയന്മാരോട് ഞാൻ വന്നിട്ട് ഊണ് കഴിക്കാമെന്ന് പറയണം. ചേട്ടത്തെ ബാക്കി വിശേഷം വന്നിട്ട് പറയാം. വരട്ടെ. അകത്തേക്ക് പോകാം. പണ്ടാരം എന്റെ തലയിലായടാ. ഇവൻ വലയിലായപ്പോഴേ ഞാൻ കരുതിയത് മുതലാളി തലയിലാവൂന്ന്. അതേടാ, എന്റെ തലയിൽ തന്നെ ആവും. നിന്റെ തലയിൽ ഒന്നുമില്ലല്ലോ. വോട്ടിന്റെ കെട്ടയക്കടാ. അയക്കടാ. ആ പഞ്ചാബികളെന്താ വോട്ട് പിടിച്ചെടുക്കുമെന്ന് കരുതി എവിടെ കൊണ്ട് നേട്ടാൻ പറഞ്ഞത്? ബോട്ടടിപ്പിച്ച പഞ്ചാബി ഉണ്ടോന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബോട്ടടിപ്പിക്കാൻ മുതലാളി സമ്മതിച്ചിട്ടില്ല. പുറംകടലിൽ കിടന്ന് ഞാൻ കണ്ണീര് കുടിക്കുന്നു. ഒരു ഷോട പോലും കഴിക്കാൻ പറ്റാതെ. എന്താ ഷോട കുടിക്കാൻ വേണ്ടി പുറകിടലിൽ ഞാനൊരു പെട്ടിക്കൂടെ നോക്കടാ. ഭക്ഷണം പോലും കഴിക്കാതെ ആഫ്രിക്കൻ പായലും പച്ച ചെമ്മീനെ ഞാൻ കഴിച്ചത്. ഇപ്പൊ കുളവാഴം വന്നിട്ടുണ്ട്. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തേണ്. എന്താടാ? കടം മേടിച്ച കൊടുക്കൂല. രമണ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇവൻ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. 24 മണിക്കൂറിനുള്ളിൽ ഇവൻ എന്റെ കഴുത്തിൽ കളഞ്ഞില്ലെങ്കിൽ നിന്നെ ബോട്ടിൽ കയറ്റൂല. മുതലാളിക്കും കയറാൻ പറ്റൂല. 20 മണിക്കൂറിനുള്ളിൽ പഞ്ചാബികൾ ബോട്ടും കൊണ്ട് പോകുന്നു പറഞ്ഞേക്കാണ്. അതല്ലടാ കെട്ടഴിക്കാൻ പറഞ്ഞത്. ആ, അങ്ങനെ മലയാളത്തിൽ പറ. ഞാൻ പന്നി. ഇനിയിപ്പോ ഏതായാലും ബോട്ട് വിൽക്കാം. കേറല്ലേ? ഇവൻ തന്നെ ആദ്യമായിട്ട് കേറട്ടെ. ദൈവത്തെ ഓർത്ത് വലതുകാലം വെച്ച് കേരള തെണ്ടി. വിളിക്കല്ലേ വലത് കാലത്ത് മുതലാളി ചെട്ടി പുറകോട്ട് പോണ്. ചെട്ടി പുറകോട്ട് പോണല്ലടാ, ബോട്ട് മുമ്പോട്ട് പോണ്. ഇതെന്ത് മറിമായം? ബോട്ട് പോകും. നമ്മളെ വെള്ളത്തിൽ ചേർന്ന
പോയില്ലേ? എന്റെ ദൈവമേ, ഈ മുടിഞ്ഞവൻ കാലെടുത്ത് വെച്ചാലും പ്രശ്നമാണല്ലോ. പാവ അവനൊരു മൂങ്ങനല്ലേ മുതലാളി, ഒന്നും ചെയ്യണ്ട. പിന്നെ ഞാനും ചെയ്യണോ? മുതലാളി, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. അപ്പൊ ഒരു തീരുമാനമായില്ലേ? ഇപ്പോഴെങ്കിലും ഒന്നും മിണ്ടാതിരിടവുമേ. ഈ കളി ഇതിനകത്ത് നടക്കൂല. അതിന് ഇതിനകത്ത് കളിച്ചില്ലല്ലോ. ഈ പണ്ടാരം പിടിച്ച കളി ഇവിടെ നടക്കൂലെന്ന്. കാലൊടിഞ്ഞ പ്ലാസ്റ്റർ ഇടും. നിന്റെയൊക്കെ കാലൊടിഞ്ഞ പ്ലാസ്റ്ററാ. ഈ തൂണിന്റെ ഒക്കെ കാലൊടിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടാൻ പറ്റൂല. പ്ലാസ്റ്റിക്കാണ്. ഞാൻ പോടോന്നാ, നീ പോടോ. ഈ കാണുന്നതെല്ലാം എന്റെ. എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാനിവിടെ വരും. അയ്യോ അയ്യോ അയ്യോ, പുല്ല് വെട്ടാൻ പറഞ്ഞു. ഇവിടെയാണ് കേട്ടോ പുല്ല്. പുല്ല് മാറി നിൽക്കണല്ലേ, കട്ട് ചെയ്ത് പോകും. അങ്ങോട്ട് മാറ്റി വെട്ടണ. എന്താണ് നിന്റെ ഒടുക്കത്തെ ബോൾ? എന്താടോ എന്താടോ എന്നോ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. എന്താണോ തനിക്കിപ്പോ എന്താ വേണ്ടേ? കെട്ടിയവൻ ഞാനാണെങ്കിലേ കെട്ടിയതിന്റെ മൂന്നാം പക്കം കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കെട്ടിയത് ഞാനാ. ഇതല്ലട ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കെട്ടിയത് എന്താണെന്ന് നിനക്കറിയാം. നിനക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. എന്താടാ ലോറൻസേ? എന്താടാ എന്നാ ലോറൻസ് എന്നാ? ഞാൻ കെട്ടിയവനാണെങ്കിലേ കെട്ടിയവനാ? അതെ. അപ്പൊ കെട്ടിയോളാരാ? ഇയാള് എന്നെ കെട്ടിയ ആള്. കെട്ടിയോനും കെട്ടിയോളും ഒരാളാ. ആ കെട്ടിയോളല്ല, ഈ പന്തല് കെട്ടിയ ആള്. പന്തലാ? എന്റെ അമ്മ, ഇത് പന്തലാ? അതെ, പൂജാബേട്ടിയുടെ കല്യാണത്തിനിട്ട പന്തല. എന്നിട്ടെന്താ ഇത് വീട് പോലെ ഇരിക്കണത്? വീടല്ല, കൊട്ടാരം പോലെ ഇരിക്കണമെന്നാ ബഡാസാവ് പറഞ്ഞത്. എന്നാ കല്യാണം? സമയമൊക്കെ കഴിഞ്ഞു, അത് നടന്നില്ല. കല്യാണം നടക്കേണ്ട ദിവസം തന്നെ അത് മുടങ്ങി. കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടങ്ങാന്ന് പറഞ്ഞ കഷ്ടം തന്നെ. അന്നുണ്ടാക്കിയ ബിരിയാണിയൊക്കെ എന്ത് ചെയ്തു ആവോ? ഈ പന്തൽ വെച്ച് അവളുടെ കല്യാണം മുടങ്ങിയെങ്കിൽ ഇതേ പന്തൽ വെച്ച് തന്നെ അവളുടെ കല്യാണം നടത്തുമെന്ന് സിക്കന്ദർ ഈ പന്തൽ വെച്ച് ശപഥം ചെയ്തതാ. എന്നോട് ചോദിക്കാതെ എന്റെ പന്തലിന്റെ തലയത്തോട്ട് സത്യം ചെയ്യാൻ ആര് പറഞ്ഞു? നിന്നോട് ചോദിച്ചിട്ടാണോ ഞങ്ങൾ ശപഥം ചെയ്തത്? നീ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. വാടക കൃത്യമായിട്ട് തരുന്നല്ലേ? എന്റെ പൊന്നു വായി, എന്നെ കുഴപ്പിക്കരുത്. 2-3 കല്യാണം, പള്ളിപ്പെരുന്നാൾ, ധ്യാനം ഒക്കെ ഏറ്റതാണ്. ഇത് അഴിച്ചിട്ട് വേണം എനിക്ക് അവിടെ കൊണ്ടുപോയി പന്തല് കെട്ടാൻ. ഇത് അഴിക്കാൻ വന്നാൽ നിന്റെ കൈ ഞാൻ വെട്ടും. പോടാ. പോടാന്നാ? അതെ, പോടാന്ന്. ഇല്ലേ നിന്നെ തല്ലിയിറക്കും. കാര്യമായിട്ടാണ് പറഞ്ഞത്? തമാശക്കാണാ? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. ഒരുമാതിരി തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. എന്താ സുഖം. ഈ ഹോമിയോ നേഴ്സ് എന്ന് പറഞ്ഞപ്പോ നാവിന് ഇത്രയും നീളമുള്ള യക്ഷിയാണെന്ന്, അല്ല കക്ഷിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടണ്ട. അവരുടെ രണ്ടാളുടെ അവസ്ഥ എന്താന്ന് എനിക്ക് അറിയൂ. പെട്ടെന്ന് അങ്ങനെ നാട് മുഴുവൻ തുള്ളിച്ചോണ്ട് നടന്ന് സന്തോഷിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ പറ്റിയ കണ്ടീഷനിലല്ല അവര്, അറിയോ? ആഹാ, പിന്നെയും സുഖം. ജാമ്പൂനേക്കാൾ പഴക്കമുള്ള 2 പീസുകളാ. അതെ, ഞാനും കണ്ടിട്ടുണ്ട് കുറെ ഹോം നേഴ്സുമാരെ. രോഗികളെ ജയിൽ പുള്ളികളെ പോലെ ട്രീറ്റ് ചെയ്യുന്നല്ല ഹോം നേഴ്സിംഗ്. ഞാൻ ഇവിടെ വരുമ്പോ അവിടെ തന്നെ ഏതോ നരകത്തിൽപ്പെട്ട ആത്മാക്കളെ പോലെയായിരുന്നു അവര്. എന്റെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് കൊണ്ടാണ് അവർക്ക് ജീവൻ വെച്ചത്. അവരൊന്ന് ചിരിച്ചു കണ്ടത്. ഈ ബംഗ്ലാവ് ശരിക്കും ഒരു സ്വർഗായി. അതെ, സംശയം ആ പാലക്കച്ചനോട് ചോദിച്ചു നോക്ക്. എനിക്കൊരു ഒലക്കൽ അച്ഛനോട് ചോദിക്കണ്ട. കേട്ടി വെള്ളം തിളച്ചോ? അയ്യോ ചൂടാവല്ലേ, തിളച്ച ആവി വരുന്നു കണ്ടില്ലേ? കിക്കിലെടുത്തിയേ എന്തോ ഈ ഹോമിയോ നേഴ്സ് എന്ന് പറഞ്ഞ കളക്ടർ എന്നാണോ അർത്ഥം? കൊച്ചിനെ നോക്കാൻ വന്നൊരു കൊച്ചിനെ നോക്കിയാ മതി, കൊച്ചമ്മയെ നോക്കണ്ട. തോട്ടം നോക്കാൻ വന്നൊരു തോട്ടം നോക്കിയാ മതിന്ന് കേട്ടല്ലോ. എടി വേണ്ട എന്റെ അടുത്ത് വെളിച്ചെടുത്തിട്ടില്ല കാല് മണിക്കടിച്ച അവളോട് മാത്രം ഉടക്കാൻ നിൽക്കണ്ട. ദേഷ്യം വന്നാ അവളുടെ സ്വഭാവം അവൾക്ക് തന്നെ അറിഞ്ഞൂടാ. പോരാത്തതിന് തിളച്ച വെള്ള കയ്യിലിരിക്കുന്നത്. നല്ല ചൂടുള്ള വെള്ള. അങ്ങനെയാണെങ്കിൽ ഞാൻ അവളോട് ഇത്തവണത്തെ ക്ഷമിച്ചേക്കല്ലേ. ഞാൻ എന്തിനു മോഹം കലനക്കി കിളർത്തി. എനിക്കാണെങ്കിൽ ദേഹം അയ്യോ ഗ്യാസ്. എടോ കിട്ടുണ്ണി, വെള്ളം ചൂടാക്കി കഴിഞ്ഞില്ലേ? ഞാനിപ്പ അങ്ങനെ കൊണ്ടുവരാം. ഈ വെള്ളം അങ്ങോട്ട് വെട്ടി തിളപ്പിച്ചിട്ട് അയാളെ ഇതില് മുക്കി കാച്ചി വടിക്കണം. ഈ പന്നിയുടെ ഒക്കെ രോമം കളയില്ലേ ചന്തയില്, ആ മെത്തേഡ് തന്നെ ഈ മെത്തേഡ്. അയ്യോ, ഞാനിപ്പ പറഞ്ഞത് എന്തെങ്കിലും മോള് കേട്ടോ? എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല, പറഞ്ഞാലല്ലേ കേക്കൂ. മോളെ എന്തിനാ വിളിച്ചേ? ചിറാപ്പുഞ്ചിയുടെ ഫലം വന്നിട്ടുണ്ട് പേപ്പറിൽ. ചിറാപ്പുഞ്ചിയാ? ശരി.
ഗോവ, സിക്കിം, നാഗാലാൻഡ്, കാമധേനു. ആ ചിറാപ്പുഞ്ചി കിട്ടി. മോള് വായിക്കി. 10 ലക്ഷം അവന്റെ അമ്മയുടെ മാരുതി കാറ്. മോള് വായിക്കി. DD 4 9 1 ഒരു മിനിറ്റ് ഇട്ട. ഇതുപോലെയൊന്നും മറ്റേ പെൺകുട്ടി എന്നെ പറ്റിച്ചത് വായിച്ച 7 ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാ. ബാക്കി വായിക്കി. 4 ശരിയാ. എല്ലാം ശരിയാ. ദേ ഇങ്ങോട്ട് നോക്കി. ഇനി ഞാൻ ചെറിയൊരു സൂത്രം കാണിച്ചു തരാം. ഇങ്ങനെ എന്നിട്ട് 10 ലക്ഷം മാരുതി കാറും കത്തണ കത്ത് കണ്ട. പണ്ടെന്ന് ജഡ്ജിയാമാന്റെ വീട്ടിൽ നിന്ന് പുകച്ച് ചാടിച്ചത് ഇതുപോലെ ഒരു കുട്ടി പിച്ചാച്ച. ഇനി അത് നടക്കില്ല മോളെ. കിട്ടുണ്ണിക്ക് ഇത്തിരി ബുദ്ധി വെച്ചു. ഇവിടുന്ന് എന്റെ പണി കളയണമെന്ന് മോൾക്ക് എന്തത്ര നിർബന്ധം. ഈ കുട്ടിയുടെ ഒരു കാര്യം എന്റെ ഈശ്വര. DD 4 9 1 7 4 അടിച്ചു മോളെ. കിട്ടണേട്ടാ, ഭഗവാനെ തട്ടിപ്പോയോ? മദ്രാസിലെ ഒരു ബ്യൂട്ടീഷ്യന്റെ ഹെർബൽ കോമ്പിനേഷനാ. നന്ദേട്ടന്റെ ഫ്രണ്ടിന്റെ സിസ്റ്റർ കൊണ്ടുവന്നതാ. നിനക്ക് ഇത് എന്നെ ജോലിയില്ലേ? നീ മറികെ. എടി, നെൽസൺ മണ്ടേല കറുത്തിട്ടല്ലേ? മാർട്ടിൻ ലൂതർ കിങ് കറുത്തിട്ടല്ലേ? എന്തിന്? ഫുട്ബോൾ താരം IM വിജയൻ കറുത്തിട്ടല്ലേ? തൊലിയിലല്ല, കഴിവിലാണ് കാര്യം. എനിക്ക് കഴിവില്ലല്ലോ, അപ്പൊ തൊലിയെങ്കിലും എടുത്തിരിക്കട്ടെ. ഓ, നീ അതൊന്ന് തുടച്ചു കളയുന്നുണ്ടോ? കണ്ടിട്ടൊരു ഭൂതത്തിനെ പോലെ ഇരിക്കുന്നു. തലയിൽ എന്തോന്നത്? കറണ്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്നു. നീ പോട്ടാ, മതി കളിയാക്കിയത്. ഇത് മുടി ചുരുളാൻ വേണ്ടിട്ടുള്ളതാ. നിന്നോടാ പറഞ്ഞത് തുടച്ചു കളയാൻ. നീ കാലത്ത് തന്നെ അവിടെ എവിടെയൊക്കെ ഫോൺ ചെയ്തെന്തിന്? അതെ, ഇന്ന് പെണ്ണ് കാണാൻ പോകുമ്പോഴും ചെരുപ്പില്ല. ഉണ്ടായിരുന്ന ചെരുപ്പൊക്കെ അവിടെ നാട് വിട്ടുപോയാ? നല്ല ഹീലുള്ള 3 ചെരുപ്പല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് നടക്കുമ്പോ വീഴാൻ പോകുന്നു, മറ്റെന്റെ വള്ളി പൊട്ടി. 3ാമത്തെ ചെരുപ്പ് ഇന്ന് കൊടുക്കുന്ന സാരിക്ക് മാച്ച് ചെയ്യുന്നില്ല. എന്തിനാ ചിരിക്കുന്നേ? നിന്റെ ഭർത്താവ് വല്ലപ്പോഴും മാത്രം തിരുവനന്തപുരത്ത് വരുന്ന ആളായത് അയാളുടെ ഭാഗ്യം. സ്ഥിരമായിട്ട് ഇവിടെ ആയിരുന്നെങ്കിൽ നീ കാരണം അവന് വട്ടുപിടിച്ചനെ. ദീപോടിന്റെ ഈ സ്വഭാവം കാരണം ദീപോടിന്റെ ഭാര്യയ്ക്കാ വട്ടുപിടിക്കാം. കുടിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ പറ. ജാനകിയമ്മേ, എനിക്കൊന്നും വേണ്ട. എടി, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിക്കൂടെ? ഇതെന്താ സാമ്പാറാ? അതെ. അപ്പൊ നീ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലേ? എടി, സാമ്പാർ കഴിച്ച കറുത്തുപോവും. അതുകൊണ്ടല്ലേ ഇക്കണ്ട ഫേഷ്യലും ക്രീമൊക്കെ ഇട്ട് തേച്ചിട്ട് നീ വെളുക്കാത്തത്. ഒന്ന് ചുമ്മാ ദീപോട്ടാ, സാമ്പാർ കഴിച്ച കറുത്തു പോകത്രേ. ഇക്കാലം വരെ അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഇല്ല. ഈ അടുത്ത കാലത്തല്ലേ ഗവേഷണത്തിൽ കണ്ടുപിടിച്ചത്. അതുകൊണ്ടല്ലേ അമേരിക്കക്കാർ പോലും സാമ്പാർ ഇപ്പൊ നിരോധിച്ചത്. അമേരിക്ക സാമ്പാർ നിരോധിച്ചോ? നീ പത്രം ഒന്നും വായിക്കാറില്ലേ? പത്രം വായിക്കാൻ സമയം കിട്ടണ്ടേ ദീപോട്ടാ? അതാണ് കുഴപ്പം. സാമ്പാർ അമേരിക്കക്കാര് നിരോധിച്ചു എന്ന് മാത്രമല്ല, അവരിപ്പോ പുളിശ്ശേരി മെരിശ്ശേരി ഒക്കെ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കല്ലേ. അയ്യോ, എന്നതുകൊണ്ട് കളഞ്ഞേക്കാം. ഇങ്ങനെയൊരു ജന്മം. ഓ, വരൂ മാഡം. മാഡം എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. താങ്ക് യു മാഡം. വെൽക്കം.
ഭയങ്കര താങ്ക് യു മാഡം. കൊട താടാ നീഗ്രോ. എല്ലാം കൈപ്പറ്റില്ലോ. വീണ്ടും താങ്ക് യു മാഡം. കൊടുക്കള്ളൻ. ഈ ഗൈഡ് കയറുന്നുള്ള പണി പണം കിട്ടുന്ന പണിയാണ്. നീ പണം കിട്ടിയപ്പോ എനിക്ക് മനസ്സിലായത്. എക്സ്ക്യൂസ് മീ. എന്തോ 1 minute. കമ്മടാ. എന്തിനാ കുട്ടി എന്നെ വിളിച്ചത്? നീഗ്രോ വേണ്ട, ഈ മലയാളി മാത്രം മതി. ഇങ്ങോട്ട് വാ. കറുപ്പിന് അഴകുന്നുള്ള പാട്ടുകൾ കേട്ടിട്ടില്ല. അയ്യോ എന്താ ഇത്? എന്നെ ഇഷ്ടാണോ? എന്നെ കല്യാണം കഴിക്കോ? ഇപ്പഴാ? എന്നെ കല്യാണം കഴിക്കോന്ന്? ഇന്ന ഇതൂടെ നീ എടുത്തോ. എന്നെ കറുപ്പിന്നേഴകിയൻ. എന്തിനാ വിളിച്ചത്? ആ കാശ് തിരിച്ചു വിളിച്ചതാ? അല്ല, അവളെ ഇഷ്ടമാണോന്ന് ചോദിച്ചു. അവളെ കല്യാണം കഴിക്കാമോന്ന് ചോദിച്ചു. എന്നിട്ട് എന്റെ കയ്യിൽ ഈ 3000 രൂപയും വെച്ച് തന്നു. പിന്നെ സത്യം ശിവം സുന്ദരം. എന്നാ നീ വിളിക്ക്, ഞാൻ 3000 രൂപ വെച്ചിട്ടോട്ടെ. ആരടാ പട്ടി? എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാ ഇവിടെ ഭയങ്കര പൊന്നീച്ചറ ശല്യം. ഞാൻ പോട്ടെ. നീഗ്രോ കൊള്ളൻ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ബാ. നിന്റെ കാരോടത്ത് റെസിറ്റ് ഇല്ലടാ? എന്തിനു? ഈ വേഷം പിടിക്കപ്പെട്ട നീ എന്നെ ജാമ്യത്തിലെടുക്കാം. പോട്ടെടാ. ഞാനും വരട്ടെ നിന്റെ കൂടെ. അവളെ കാണാനല്ലേ? എടാ, ഇത് ജീവൻ മരണ പോരാട്ടോ. അതിന്റെ ഇടയിൽ പ്രേമം മണ്ണാങ്ങിട്ടൊന്നും പാടില്ല. അയ്യോ അതല്ല, നിനക്കൊരു ധൈര്യത്തിന് കൂടെ വരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, മീശയും പഠിച്ച് ഈ കുപ്പായിട്ടാ മതി. അയ്യോ, മീശ വടിക്കാതെ അകത്ത് കയറാൻ പറ്റിയൊരു വഴി നീ പറ. വടിക്കാതെ അകത്ത് കയറാൻ പറ്റിയ മാർഗം നീ ഇങ്ങോട്ട് ചേർന്ന് വഴി ഞാൻ കാണിച്ചു തരാ. മതിയാ? ഇതുപോലത്തെ 2 തലേണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. നടരാജ പതുക്കെ. സിസ്റ്റർ, ഞാൻ തൃശ്ശൂർ കർമ്മിലാത്ത മഠത്തുനിന്ന് വരികയാ. ഇത് അവിടുത്തെ മദറിന്റെ ലെറ്ററാ. ഇരിക്കും. സോറി, എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതെന്താ? മൂലക്കുരുവിന്റെ അസുഖമുണ്ടേ. ഓ, ധ്യാനത്തിന് വന്നതല്ലേ? അന്നാമോ, ലെഫ്റ്റ് സൈഡിലെ 4ാമത്തെ റൂം സിസ്റ്ററിന് കൊടുക്കും. സിസ്റ്റർ, ഇതെന്ത് മുതല? ഇതൊരു അസുഖമാ. അസുഖത്തിന്റെ പേര് ലക്ഷത്തിൽ 319 പേർക്ക് വരുന്ന. ഇതിന് മരുന്നില്ലേ? ഇംഗ്ലീഷിൽ മരുന്നില്ല. ഹോമിയോയിൽ ആയുർവേദത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല. എന്റെ വിധി. വരൂ, പോകാം. എന്നെ പിടിക്കണ്ട, ഞാൻ പിടിച്ചോളാം. അതാണ് എനിക്കിഷ്ടം. നാല് കാലുള്ള കന്യാസ്ത്രീയോ? ഇതാണ് മുറി. എന്താവശ്യമുണ്ടെങ്കിലും അന്നാമ്മയെ വിളിക്കാൻ മറക്കരുത്. എനിക്ക് തടിയുള്ളവരെ വലിയ ഇഷ്ടാ. പിന്നെ അപ്പുറത്തൊരു വികാരിയച്ഛൻ വന്നിട്ടുണ്ട്, അങ്ങോട്ട് പോകരുത്. ഭാരം കുറപ്പിച്ചോളി. സിസ്റ്ററിന് പെട്ടിയൊന്നുമില്ലേ? ഇല്ല, വീട്ടിൽ പട്ടിയുണ്ട്. ആ, പട്ടിക്ക് നമ്പർ ലോക്കിലല്ല. അങ്ങനെ മാസമൊന്നുമില്ല. സ്റ്റോപ്പെത്തി, ഇറങ്ങിക്കോ. ഇറങ്ങട്ടെ? ഓ, ഒന്ന് പ്രസവിച്ച സുഖം. കർത്താവെ, ആരും കാണാതെ അകത്ത് കയറി. ഞാൻ കണ്ടേ. വാ, നമുക്ക് പോവാം. നീ ആ വായി നോക്കി നീഗ്രോ അല്ലേ? അല്ല. അല്ലേ? അല്ലെന്ന്. നീ എപ്പോഴാ കന്യാസ്ത്രീയായേ? ഞാനിപ്പോ വാ, നമുക്ക് പോവാ. സമർക്കാൻ മാമനെ മോക്ക് മിഠായി വാങ്ങിച്ചു തരും. എനിക്ക് മുട്ടായി വേണ്ട. ശരിക്കും ഞാൻ തന്നെ കാണാൻ വന്നതാ. സത്യം? സത്യം. എന്നാ വാ, എന്റെ മുറിയിലേക്ക് പോവാം. മുറിലൊന്നും പോകാൻ പറ്റില്ല. വാ, നമുക്ക് പുറത്തോട്ട് പോവാ. അല്ല, നമുക്ക് അങ്ങോട്ട് പോവാം. എടേ, ഞാൻ ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് ഇവിടെ നിൽക്കും. വാ, വാ. ഇതിന് മാത്രം കൊതുക.
ഇത് കൊതുകല്ല പട്ടിയാ. ഇതെന്താ ആരില്ലാത്ത കുട്ടികൾക്ക് താമസിക്കാൻ ഇതെന്താ അമ്മ തൊട്ടില്ല? എന്താണ് ബഹളം ഉണ്ടാക്കുന്നത്? പോയേ എന്റെ ദൈവമേ മോളെ ഇങ്ങ് വാ. കൊത്തി കൊത്തി മോർത്തിക്കേറി കൊത്തണേ.